വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മൾ യൂഷ്വലി എല്ലാ വീക്കും കഴിഞ്ഞ വീക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മുൻപത്തെ വീഡിയോയിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്റ്റോക്ക് അവരുടെ കയ്യിലുള്ള ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ വാല്യുവേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ദിസ് ഈസ് സബ്സ്ക്രൈബേഴ്സ് ടൈം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചിട്ടുള്ള ഓരോ സ്റ്റോക്കിൻ്റെയും വാല്യുവേഷൻ അനാലിസിസും മറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ആൻഡ് ടെക്നിക്കൽ ആസ്പെക്റ്റ് കൂടി കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കിൻ്റെ അനാലിസിസിൻ്റെ താഴെ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റോക്കുകളെ കുറിച്ച്. അപ്പോൾ അതെല്ലാം തന്നെ അനലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം വരെ കാണാം. അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം ഒരുപാട് സമയമെടുക്കുന്ന വീഡിയോ ആണ്. ഇതിൽ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഇതിലൂടെ അനലൈസ് ചെയ്യും. അപ്പം നിങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത സ്റ്റോക്കുകൾ ചിലപ്പം മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല വാല്യുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെയുള്ളൊരു ബെനിഫിറ്റും അത് തന്നെയാണ്. നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയിലും ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ സ്റ്റോക്ക് സ്ക്രീൻ ചെയ്തിട്ടും അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് അവർ വരുന്നത്. അപ്പം നമുക്കറിയാം വാല്യുവേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പല മെത്തേഡുകളിലൂടെയും നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാല്യുവേഷൻ ആസ്പെക്റ്റ് കൂടി അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരിവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്. സോ വാല്യുവേഷനും കൂടി അതിൻ്റെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനാലിസ്റ്റ് റെക്കമെൻഡേഷനും കൂടി അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് കൂടി ഇടാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളിവിടെ പറയുന്ന സ്റ്റോക്കുകളെല്ലാം ഒരു ഒഫീഷ്യൽ റെക്കമെൻഡേഷൻ ആയിട്ട് ആരും എടുക്കരുത്. നിങ്ങളുടെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൺവിക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ബൈ പ്രൈസും സെൽ പ്രൈസും ഒന്നും ചോദിക്കരുത്. അത് അലൗഡ് അല്ല നമുക്ക് പറയുക എന്നുള്ളത്. അത് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങളതിനെ റിസീവ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യുന്ന വർക്കാണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് ആവശ്യമുണ്ട്. സോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ ആളുകളെ ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ കമൻറ്റ് സെക്ഷൻ ഓഫ് ദി ഓൾ വീഡിയോസ് ആൻഡ് ലെറ്റ്സ് ഇവാലുവേറ്റ് ഓൾ സ്റ്റോക്സ് ദെയർ. സീ യു ദെയർ. ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാല്യുവേഷൻ അനലൈസ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ അനാലിസ്റ്റ് റെക്കമെൻഡേഷനും അതുപോലെ FII DII ഡാറ്റ. സമയപരിമിതി മൂലം നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നൈസ് ട്രേഡ് ലിക്വിഡിറ്റി ലെൻസും അനലൈസ് ചെയ്യുന്നില്ല. കാരണം അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഓൾറെഡി ചാർട്ടൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഇത്തരം ഡൗട്ടുകൾ നമ്മളെ ഫോളോവേഴ്സ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇവാലുവേഷൻ മാത്രമാണ് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. സോ വാല്യുവേഷൻ ഏരിയ മാത്രം നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. സോ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ബെല്ലിൻ്റെ ഒന്ന് പറഞ്ഞു തരാമോ? ബെല്ലിൻ്റെ വാല്യുവേഷൻ ആയിരിക്കും ഉദ്ദേശിച്ചത്. സോ ബെല്ലിൻ്റെ വാല്യുവേഷൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ബെല്ലിൻ്റെ ഡ്യൂറബിലിറ്റി സ്കോർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹിസ്റ്ററി, അതായത് പ്രോഫിറ്റബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. കാലങ്ങളായിട്ട് നല്ല റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബെൽ എന്നുള്ളത്. ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു മൊണോപ്പൊളി കമ്പനി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഹൈ വാല്യുവേഷനിലാണ് ഉണ്ടാവുക. സോ ഇപ്പോഴത്തെ ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹൈ തന്നെയാണ്. നമ്മളൊരു 2 ഇയർ വാല്യുവേഷൻ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോഴും ഒരു ഹൈ ലെവലിലാണുള്ളത്. അത് ഓവർ വാല്യൂഡ് ആണെന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ ഒരു കോൺഫിഡൻസോട് കൂടി എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് സെനാരിയോയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ്സ് എ മൊണോപ്പൊളി കമ്പനി അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്ലാൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അനാലിസ്റ്റ് റെക്കമെൻഡേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ അനാലിസ്റ്റ്സ് ആർ സേയിങ് ടു ബൈ ഇറ്റ്. ഇവിടെ നമുക്ക് നോക്കാം. അനാലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 333 1 ഇയർ പ്രൈസ് ടാർഗറ്റ് 19% പറയുന്നത്. അപ്പോൾ എത്ര അനാലിസ്റ്റുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 24 അനലിസ്റ്റ്, അതായത് അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രോക്കിംഗ് ഹൗസസ് ഉണ്ട്. നമ്മളെ വലിയ DII മീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അനലിസ്റ്റ് ഫേംസ് ഉണ്ട്. ICICI ഡയറക്റ്റ്, അതുപോലെ തന്നെ KR ചോക്സി, ഷെയർ ഖാനൊക്കെ പോലത്തെ. അപ്പോൾ അവരൊക്കെയാണ് ഇതിൽ റേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അവരുടെ അനാലിസിസ് പ്രകാരം പ്രൊഫഷണൽ ലെവൽ ഓഫ് അനാലിസിസ് ആണ്. അവരുടെ അനാലിസിസ് പ്രകാരം സ്ട്രോങ് ബൈ എന്നാണ് പറയുന്നത്. 17 അനാലിസ്റ്റ്സ് പറയുന്നത്. Out of 24, 3 is saying, like to buy. So altogether, buy recommendation ആണ് അനാലിസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ളത് ബെല്ലിനെ കുറിച്ച്. ഞാൻ പറഞ്ഞ പോലെ വാല്യുവേഷൻ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അതൊരു മൊണോപ്പൊളി കമ്പനിയാണ്. ഇപ്പോൾ വാല്യുവേഷൻ സ്കോറിന്റെ കേസിൽ we see that this is a overvalued zone. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ബെല്ലിന്റെ കേസിൽ നെക്സ്റ്റ് വി ഹാവ് ടു സീ എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ എന്നുള്ളത്. Mutual funds are, yeah, not buying and not, highly heavily selling. ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യുന്നില്ല, എന്നാൽ പിന്നെ ബൈ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സോണിലാണ് ഉള്ളത്. വിച്ച് മീൻസ് മ്യൂച്വൽ ഫണ്ട്സും കുറച്ച് ഒന്ന് ഡൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ബെൽ. അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത് ഓയിൽ ഇന്ത്യ ആണ്. ഓയിൽ ഇന്ത്യ, ലെറ്റ്സ് സീ ഓയിൽ ഇന്ത്യ. ഓയിൽ ഇന്ത്യൻ്റെ കേസിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 485 രൂപയിലാണ്. ഡ്യൂറബിലിറ്റി, ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ അബവ് ആവറേജ് ആണ്. നല്ല ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട്. വാല്യുവേഷൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വാല്യുവേഷൻ സ്കോറാണ് ഓയിൽ ഇന്ത്യ കാണിക്കുന്നത്. ഓയിൽ ഇന്ത്യനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് ഹാഫിസ് പോയിലിലാണ്. ഹാഫിസ് പോയിലിൽ ദ വാല്യുവേഷൻ ഈസ് അറ്റ് എ ഗുഡ് സോൺ ആക്ച്വലി. ആൻഡ് അനാലിസ്റ്റുകൾ പറയുന്നത് 588 വരെ പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. 1 ഇയർ പ്രൈസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 21% ആണ് അനാലിസ്റ്റുകളെ പ്രകാരം പറയുന്നത്. അപ്പോൾ ഒരു ഡിപ്പായി കിടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും ആസ് പെർ അനാലിസ്റ്റ്സ്. 18 അനാലിസ്റ്റുകളിൽ 14 അനാലിസ്റ്റ് പറയുന്നത് ബൈ റെക്കമെൻഡേഷൻ ആണ്. പിന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ FII ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ FIIs ആർ ഇൻക്രീസിങ് ദ പൊസിഷൻ. FIIs ആർ കോൺഫിഡൻറ്റ് ഓൺ ദി സ്റ്റോക്ക്, ബട്ട് DIIs ആർ ഡിക്രീസിങ് ദ പൊസിഷൻ. അപ്പോൾ ഓയിൽ ഇന്ത്യനെ കുറിച്ച് FIIs വളരെ കോൺഫിഡൻ്റ് ആണ്. DIIs കുറച്ച് സെൽ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ കൺസേൺ. സോ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ബട്ട് ഓവറോൾ വാല്യുവേഷൻ നല്ലതാണ്. സോ ലോങ് ടൈമിലേക്ക് പരിഗണിക്കാവുന്നതാണ്. നൗ കോൺടാക്ട് നമ്പർ. ഓക്കെ, ദിസ് ഈസ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇതാണ്, സുഷിലിനാണ്. ലിക്വിഡിറ്റി ലെൻസാണ്. അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു 6 മന്ത്സോളം എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു SMC ഇൻഡിക്കേറ്ററാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഒരുപാട് പേര് ഇപ്പോൾ തന്നെ നമ്മളോട് എൻക്വയറി ചെയ്തിട്ടുണ്ട്. വിൽ ബി പ്രൊവൈഡിങ് ഇറ്റ് ടു റീറ്റെയിലേഴ്സ് ആൾസോ സൂൺ. ചെറിയൊരു റിഫൈൻമെൻറ്റിന് കൂടി വെയിറ്റ് ചെയ്യണം നമ്മൾ. IRFC നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തെന്നാട് അഞ്ചാസോ ആള് പ്ലീസ് അതൊന്ന് നമ്മളുടെ ഇതേ പ്ലേലിസ്റ്റിലുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ള അതേ പ്ലേലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അണ്ടർ വാല്യൂഡ്, ഓവർ വാല്യൂഡ് എന്ന് മാത്രം പറയാതെ ആ ഓരോ സമയത്തെ വാല്യൂ എത്ര എന്ന് കൂടി പറഞ്ഞു കൂടെ. അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഒരു ചാർട്ട്, ഇതിപ്പോൾ മസ്ഡോക്കിൻ്റെ ചാർട്ടാണ്. ഞാൻ പറയുകയാണ് മസ്ഡോക്കിൻ്റെ ഇപ്പോൾ ഈ ഒരു വര വരച്ചിട്ട് മസ്ഡോക്കിൻ്റെ ഈ ഒരു സോൺ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പം ഓൾറെഡി ഉണ്ടല്ലോ ഇവിടെ ഒരു സോൺ, ഇതൊരു സിഗ്നിഫിക്കൻറ്റ് സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള സോണാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വര വരക്കുന്ന സമയത്ത് ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് കാണാൻ പറ്റും. ദിസ് ഈസ് നോട്ട് എ റോക്കറ്റ് സയൻസ്. കുറേ ആൾക്കാർ അത് ചോദിക്കുന്ന കണ്ടു. വേറൊരു 25 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരാൾ ഇത് ചോദിക്കുന്ന കണ്ടു, പ്രൈസ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് അതിൽ അത്ര ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സങ്കടം കൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം പോലും നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അപ്പം ഇവിടെ ഈ ഒരു സോൺ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സോൺ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെയുള്ള പ്രൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ. അത് ഞാൻ പറഞ്ഞു തരണം എന്ന് നിർബന്ധമില്ലല്ലോ. പറയുക എന്ന് പറയുന്നത് മീൻസ് അത്ര നല്ലൊരു ഇത് അല്ല, ഒരു കീഴ്വഴക്കമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇറ്റ്സ് അപ്പ് ടു യു ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇനി അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പെൽ ഔട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ അത് ആ ഒരാൾക്ക് ഉള്ളൊരു റിപ്ലൈ ആയിട്ട് എടുക്കാം. അടുത്തത് എന്ന് പറയുന്നത് ഡൊമിനിക് ആണ് ചോദിച്ചിട്ടുള്ളത്. മസഗോൺ, ഏഞ്ചൽ വൺ ആൻഡ് അദാനി ഗ്രീൻ. കുറേ ഉണ്ടല്ലോ. മസ്ഡോക്കിൻ്റെ കേസിൽ ഓൾറെഡി ഞാൻ ചാർട്ടിൽ നോക്കിയിരുന്നു. മസ്ഡോക്കിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്ന ഒരു വാല്യൂ സോൺ എന്ന് പറയുന്നത് 2600 ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ്. കാരണം ഇവിടെ നിന്നാണ് പ്രീവിയസ്ലി ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നത്. വാല്യുവേഷൻ്റെ കേസിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27 ഹൈലി ഓവർ വാല്യൂഡ് ആണ് ആക്ച്വലി. കണ്ടില്ലേ, നമുക്കിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓവർ വാല്യൂഡ് ആണ്. മുൻപുണ്ടായിരുന്ന ഓവർ വാല്യുവേഷൻ സോണിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാല്യുവേഷൻ എന്ന് പറയുന്നത് 51 ആണ് സ്കോർ. അതിൻ്റെ ഇടയിലുള്ള ചെറിയ സ്വിങ്ങുകളൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നല്ലൊരു കോൺഫിഡൻറ്റ് ആയിട്ട് അതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ
50 എങ്കിലും സ്കോർ വേണമെന്നുള്ളതാണ്. ഡ്യൂറബിലിറ്റി നല്ല ഡ്യൂറബിലിറ്റിയാണ്. അതുപോലെ തന്നെ അനാലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ് പറയുന്നത് രൂപയാണ്. അതായത് ഇതിനേക്കാൾ ഇപ്പോൾ ഉള്ള പ്രൈസിനേക്കാൾ 18% താഴെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ചോദിച്ചത് ഏഞ്ചൽ വണ്ണും അദാനി ഗ്രീനുമാണ്. ഏഞ്ചൽ വൺ ഏഞ്ചൽ വണ്ണിൻ്റെ കേസിൽ ഡ്യൂറബിലിറ്റി വളരെ കുറവാണ്. പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞ ഒരു കമ്പനിയാണ്. ഏഞ്ചൽ വണ്ണിൻ്റെ കേസിൽ വാല്യുവേഷൻ വലിയ കുഴപ്പമില്ലാത്തൊരു വാല്യുവേഷനാണുള്ളത്. മുൻപത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ള ഒരു വാല്യുവേഷൻ സോണിലാണുള്ളത്. കാരണം ഹൈ വാല്യുവേഷനാണ് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിരുന്നത്. ആ ഒരു സോണിലേക്ക് ഈ ഒരു സ്റ്റോക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഡ്യൂറബിലിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭാവിയിൽ പെർഫോം ചെയ്യുന്നുള്ള കോൺഫിഡൻസ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടാവും അനലിസ്റ്റുകൾക്ക്. സോ അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ഡാറ്റ അവരുടെ കയ്യിലുണ്ടാവും. അനലിസ്റ്റുകളുടെ കയ്യിലിപ്പം നമ്മളിപ്പോൾ ഒരു ഫെയർ വാല്യൂ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ ഇൻസിഡൻ്റലി പറയുകയാണ്, ഒരു കമ്പനിയുടെ ഫെയർ വാല്യൂയും മാർക്കറ്റ് വാല്യൂയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ് ഒരു കമ്പനിയുടെ ഷെയർ അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നമുക്ക് പ്രൈസിൽ പറയാൻ പറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ടൂളാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. PE റേഷ്യോ മൾട്ടിപ്പിൾസ്. അതിൽ തന്നെ ബാക്ക്വേർഡ് PE റേഷ്യോ ഉണ്ട്, ഫോർവേഡ് PE റേഷ്യോ ഉണ്ട്. ബാക്ക്വേർഡ് PE റേഷ്യോ എന്ന് പറയുന്നത് പാസ്റ്റ് ഡാറ്റയെ എടുത്തിട്ട് നമ്മൾ PE റേഷ്യോയും EPS കണ്ടിട്ട് നമ്മൾ പ്രൈസ് കാണും. ഫോർവേഡ് റേഷ്യോ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള EPS അത് നമുക്ക് അവൈലബിൾ ആയിരിക്കും പല സൈറ്റിലും. അപ്പോൾ ആ എസ്റ്റിമേറ്റഡ് EPSും ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസും നോക്കിയിട്ടാണ് നമ്മൾ ഫോർവേഡ് PE കാണുന്നത്. അപ്പോൾ ഫോർവേഡ് PEയും ഇപ്പോഴുള്ള പാസ്റ്റ് PEയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരു ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ആ ഫെയർ വാല്യൂ നമ്മളുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അണ്ടർ വാല്യൂ ആണോ ഓവർ വാല്യൂ ആണോ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ബട്ട് ട്രസ്റ്റ് മീ, പോകെ പോകെ നിങ്ങളിതിൽ വളരെയധികം അഡാപ്റ്റ് ആവും. കാരണം നമ്മൾ അടുത്ത പ്രാവശ്യം ഉള്ള വീഡിയോയിലൊക്കെ ഇപ്പോൾ ഉള്ള ഈ സ്കോറിന് പകരം നമ്മൾ ഫെയർ വാല്യുവേഷൻ വരെ നോക്കാൻ ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ കീപ് ഗോയിങ് ആൻഡ് കീപ് ഇംപ്രൂവിങ് യുവർ നോളജ് വിത്ത് മീ. ഓക്കെ, കീപ് ഫോളോയിങ് ഓൾ ദ വീഡിയോസ്. സോ പറഞ്ഞു വന്നത്, അവർക്ക് ഇഷ്ടംപോലെ ഡാറ്റകൾ ഇങ്ങനത്തെ കിട്ടുന്നുണ്ടാവും, ഫെയർ വാല്യൂ ഒക്കെ. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ അനാലിസ്റ്റ് ടാർഗറ്റ് വെക്കുന്നത്. 3474 രൂപയാണ് ടാർഗറ്റ് പറയുന്നത്. 1 ഇയർ പ്രൈസ് ടാർഗറ്റ് 30% ആണ് പറയുന്നത്. ഓക്കെ, സോ 7 അനലിസ്റ്റുകളാണ് റെക്കമെൻഡ് ചെയ്തത്. അതിൽ 5 പേരും സ്ട്രോങ് ബൈ ആണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു FII DII ഡാറ്റ. FIIs സെല്ലിംഗ് ആണ് ഉള്ളത്. DIIസും ഓൾമോസ്റ്റ് സെല് ചെയ്യുന്നുണ്ട്. DIIs കഴിഞ്ഞ മാസം എന്തെങ്കിലും ബൈയിങ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ മാസം മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച മ്യൂച്വൽ ഫണ്ട് ആദിത്യ ബിർളയൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിലായിട്ട്. കനറ റബേക്കോ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ അവർ വാങ്ങിച്ചിട്ടുണ്ട് ഏഞ്ചൽ വൺ. സോ ദാറ്റ്സ് എ കൺസിഡറേഷൻ. ആൾ പിന്നീട് പറഞ്ഞിട്ടുള്ളത് അദാനി ഗ്രീൻ ആണ്. ഐ തിങ്ക് നല്ലൊരു സ്റ്റോക്ക് സെലക്ഷൻ ആണ് ആൾ തന്നിട്ടുള്ളത്. നന്നായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരുപാട് പേര് അവരുടേതായിട്ടുള്ള രീതിയിൽ അനാലിസിസ് നടത്തുന്നതാണ്. പല പല സ്ട്രാറ്റജികൾ, പലതരം പുസ്തകങ്ങൾ വായിച്ചിട്ടും വീഡിയോസ് കണ്ടിട്ടൊക്കെ ഓരോരുത്തരും അക്യുമുലേറ്റ് ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ ഒരു ഗ്രൂപ്പിലേക്ക് വരികയും അവരുടെ ഐഡിയാസ് കൈമാറുകയും ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂട്ടുന്നതിന് തുല്യമാണ്. സോ ഞാൻ ഈ ഒരു സംഗതി ഭാവിയിലും കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് നൂല് കെട്ടി തൂക്കുന്ന പോലെ ഓരോ സ്റ്റോക്കുകൾ കെട്ടി തൂക്കി അതൊരു വീക്കെൻഡ് സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു സെഗ്മെൻറ്റ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ആരും കമൻറ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മുൻപത്തെ എൻ്റെ വീഡിയോസിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നോളജ് വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമൻറ്റിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അദാനി ഗ്രീനിൻ്റെ കേസിൽ ഇറ്റ്സ് ആൾസോ ഒരു മൊണോപ്പൊളി നേച്ചറുള്ള അല്ലെങ്കിൽ ഒലിഗോപ്പൊളി നേച്ചറുള്ള കമ്പനിയാണ് ഗ്രീൻ എനർജി കമ്പനീസ്. അപ്പോൾ അദാനി ഗ്രീനും അങ്ങനെ ഒരു കമ്പനിയാണ്. പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു വാല്യുവേഷൻ സോണിലാണ് ഉള്ളത് കമ്പാരേറ്റീവ്ലി. ഒരു ഒലിഗോപ്പൊളി സെക്ടർ ആയതുകൊണ്ട് എപ്പോഴും ഹൈലി ഓവർ വാല്യൂഡ് ആയിരിക്കും. മൊമെൻ്റം ഇല്ല. പക്ഷേ അനാലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1966 ആണ്. 1966 വരെ കയറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സോ ഐ തിങ്ക് 39% അപ്ഗ്രേഡ് പറയുന്നുണ്ട്. 39% ഈ ഒരു പ്രൈസ് ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ല ഡൗൺ സ്റ്റേജിലാണുള്ളത്. 4 അനലിസ്റ്റുകളിൽ 3 അനലിസ്റ്റും പറയുന്നത് ബൈ റെക്കമെൻഡേഷൻ ആണ്.
ഓൾസോ എഫ്ഐഐസും ഡിഐഎസും ചെറുതായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സ് കഴിഞ്ഞ മാസം മുതൽ വാങ്ങിച്ച് തുടങ്ങുന്നുണ്ട്. അതായത് ഒക്ടോബർ മുതൽ അത്യാവശ്യം ഐസിഐസിഐ പ്രൊഡൻഷ്യൽ വാങ്ങിക്കുന്നുണ്ട്. ഐസിഐസിഐ ആണ് മെയിനായിട്ട് വാങ്ങിക്കുന്നത്. സോ ചെറിയ രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സ് അദാനി ഗ്രീൻ വാങ്ങിച്ച് തുടങ്ങുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് അദാനി ഗ്രീൻ. അപ്പോൾ ആളുടെ 3 സ്റ്റോക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അടുത്ത് HFCL, BOB ഇപ്പോൾ ബൈ ചെയ്യാൻ ഗുഡ് ആണോ? അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഐ വിൽ ബി ഇവാലുവേറ്റിംഗ് ഇറ്റ്. ബാക്കി എല്ലാ ഡിസിഷനും നിങ്ങളുടെയാണ്. HFCL ഒരു ഓവർ വാല്യൂഡ് സോണിലാണ്. അനാലിസ്റ്റുകളുടെ ഒരു പ്രൈസ് ടാർഗറ്റ് ഒന്നും അനാലിസിസ് നടത്തിയിട്ടില്ല. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി എഫ്ഐഐസ് വിൽക്കുന്ന സമയത്ത് അത് വാങ്ങിക്കുന്നത് DIIs ആണ്. സോ DIIs ആർ അക്യുമുലേറ്റിംഗ് ദി സ്റ്റോക്സ് ലൈക്ക് എനിത്തിങ്. എസ്പെഷ്യലി ലാസ്റ്റ് മന്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. HDFC ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മിറേ അസറ്റ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ എഫ്ഐഐസ് വിൽക്കുന്നു, അതുപോലെ DIs വിൽക്കുന്നത് DIs വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽക്കുമ്പോൾ മറ്റൊരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങിച്ച് കൂട്ടുന്നുണ്ടെങ്കിൽ ദേ ആർ ദ ബൈയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് തിങ്കിങ് ദാറ്റ് ദിസ് ഈസ് ഗെറ്റിംഗ് ഇൻ ദ ഡിപ്പ്. ഇപ്പോൾ നല്ല വാല്യുവേഷനിലാണ്, നല്ല ഡിപ്പിലാണ് കിട്ടുന്നതെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിചാരിക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് അത് വാങ്ങിക്കുന്നത്. സോ ഷാജി മാളിയേലിൽ ആണ് ചോദിച്ചിരുന്നത് HFCLനെ കുറിച്ച്. അതുപോലെ BOB ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം. ബാങ്ക് ഓഫ് ബറോഡ നല്ല വാല്യുവേഷനിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഡ്യൂറബിലിറ്റി കുറവാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ 5 ഇയർ വാല്യുവേഷൻ നോക്കുമ്പോൾ 5 വർഷത്തെ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വാല്യുവേഷൻ സോണിലാണ് ഉള്ളത് ബാങ്ക് ഓഫ് ബറോഡ. പക്ഷേ പെർഫോമൻസിൻ്റെ കേസിൽ ഒത്തിരി റിസൾട്ട് മോശമായിരുന്നു എന്ന് തോന്നുന്നു. അനാലിസ്റ്റുകൾ പറയുന്ന പ്രൈസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 21% അപ്ഗ്രേഡ് ആണ്. 21%. ഹൗ മെനി അനാലിസ്റ്റ്സ്? 31 അനലിസ്റ്റുകൾ. ഒരുപാട് അനലിസ്റ്റ് മീൻസ് റെക്കമെൻഡേഷൻസ് വന്നിട്ടുള്ളൊരു സ്റ്റോക്കാണ് കേട്ടോ അത്. ഒരുപാട് റിസർച്ച് നടന്നിട്ടുള്ള സ്റ്റോക്കാണ്. അതിൽ 24 അനലിസ്റ്റുകൾ, 20 അനലിസ്റ്റ് സ്ട്രോങ് ബൈ പറയുന്നു, 4 അനലിസ്റ്റ് ബൈ റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ FII DII ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. FII DII ഡാറ്റയിൽ DIIs അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. FIIs മീൻസ് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം പല സ്റ്റോക്കിലും ചിലതിൽ FIIs വിൽക്കുന്നു, DIIs വാങ്ങുന്നു. ചില സ്റ്റോക്കിൽ DIIs വിൽക്കുന്നു, FIIs വാങ്ങുന്നു. സോ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാൻസ്ഫർ ആണ് ആ സ്റ്റോക്കിൻ്റെ കേസിൽ നടക്കുന്നത്. സോ ആ സ്റ്റോക്ക് അത്യാവശ്യം നല്ലൊരു സോണിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. VBL ആൻഡ് ജിയോ ഫിനാൻസിലാണ് ചോദിക്കുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ. VBL. വരുൺ ബീവറേജസ് ലിമിറ്റഡ് ആണ്. നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഇതാണ്, സ്റ്റോക്കാണ്. പക്ഷേ വാല്യുവേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് കാണിക്കുന്നത്. യു ക്യാൻ സീ ഔട്ട് ഓഫ് 100 നമുക്ക് കാണിക്കുന്നത് 11.8 ആണ്. അനാലിസ്റ്റ് റെക്കമെൻഡേഷൻ ഒരു 13% ഒക്കെ കാണിക്കുന്നുള്ളൂ. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അപ്സൈഡ് അല്ല എന്ന് നമുക്ക് ഒരു റിസ്ക് ആണ് അതിലെടുക്കുന്നത് ഇപ്പോൾ. റെക്കമെൻഡേഷൻ്റെ കാര്യം നോക്കുമ്പോൾ സ്ട്രോങ് ബൈ ആണ് പറയുന്നത്. 16 റെക്കമെൻഡേഷൻസ് ആർ സ്ട്രോങ് ബൈ, 3 റെക്കമെൻഡേഷൻ ബൈ റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIIs സെല്ല് ചെയ്ത് ഒഴിവാക്കുന്നൊന്നുമില്ല. ഒരു ഹെവി സെല്ലിംഗ് ഒന്നും നടക്കുന്നില്ല. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സെല്ലിംഗ് ഒന്നും FIIsൻ്റെ ഭാഗത്തുനിന്നില്ല. മ്യൂച്വൽ ഫണ്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സ് ഈ സ്റ്റോക്ക് വാങ്ങിക്കുന്നുണ്ട്. വരുൺ ബീവറേജസ് മന്ത്ലി മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മന്തിൽ മ്യൂച്വൽ ഫണ്ട്സ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് സൈൻ. അതും 100% പുതിയതായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മിറേ അസറ്റ് ലാർജ് ക്യാപ്പ്, കനറ റൊബേക്കോ, ELSS ടാക്സ് ഫണ്ടൊക്കെ പുതിയതായിട്ട് എൻട്രി എടുത്തിട്ടുണ്ട് ആ സ്റ്റോക്കിൽ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റീസും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. സോ വരുൺ ബീവറേജസ് നല്ലൊരു ബെറ്റാണെന്ന് തോന്നുന്നു. ജിയോ ഫിനാൻസിലാണ് അടുത്തത്. ജിയോ ഫിനാൻസിൽ നോക്കുന്ന സമയത്ത് ജിയോ ഫിനാൻസിൻ്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ
അത്യാവശ്യം നല്ല വാല്യുവേഷനിലാണുള്ളത്. നമുക്കറിയാം ലിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷേ അതിന്റെ ഏറ്റവും ലിസ്റ്റിംഗ് പ്രൈസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കാൾ ഇപ്പോൾ നല്ല ഒരു ചീപ്പർ റേറ്റിനാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് ഒരു 1 ഇയർ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് അറ്റ് എ ഗുഡ് വാല്യുവേഷൻ. ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത്. അനാലിസ്റ്റുകൾ കാര്യമായിട്ടൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് റേറ്റിംഗ് നടത്തിയിട്ടില്ല. എഫ്ഐഐസ് ഒന്നും ചെയ്യുന്നില്ല. ദേ ആർ റിമൈനിങ് ക്വൈറ്റ് സൈലന്റ്. ഡിഐഐസ് വാങ്ങിക്കുന്നുണ്ട്. മീൻസ് ലാസ്റ്റ് മന്തും ഐ തിങ്ക് ഡിഐഐസ് മൈറ്റ് ഹാവ് ബോട്ട് യെസ്. ലാസ്റ്റ് മന്ത് 2 മന്തും വാങ്ങിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഡിഐഐസ് വാങ്ങിച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ സം ഓഫ് ദ ഡിഐഐസ് ലൈക്ക് മോത്തിലാൽ ഒസ്വാലൊക്കെ അത്യാവശ്യം നല്ല ഡിഐഐസ് ആണ് വാങ്ങിക്കുന്നത്. പിന്നെ ബിഡിഎല്ലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മസിഡോക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു. റിൻഡോ പ്ലീസ് അത് ശ്രദ്ധിക്കുക. ഇസാഫിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇസാഫ്. ഇസാഫ് നല്ല വാല്യുവേഷൻ സോണിലാണ് കാണിക്കുന്നത്. ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ജിയോ ഫിനാൻഷ്യൽ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വാല്യുവേഷനിലാണ് ഇസാഫ് ഉള്ളത്. പുതിയൊരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അനാലിസ്റ്റുകളുടെ റെക്കമെൻഡേഷൻ ഒന്നും കാണുന്നില്ല. മ്യൂച്വൽ ഫണ്ട്സ് അത്യാവശ്യം നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എഫ്ഐഐസ് വിൽക്കുമ്പോഴൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കൂട്ടുന്ന സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എഫ്ഐഐസ് വിൽക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആണ് അത് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒന്നും കാണാതെ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അത്തരം വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഇസാഫ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളായി കഴിഞ്ഞ സെപ്റ്റംബറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാങ്ങിയിട്ടുണ്ട്. ഒക്ടോബറിലും അവർ വാങ്ങിയിട്ടുണ്ട്. ഒക്ടോബറിൽ മോത്തിലാൽ ഒസ്വാലൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. മോത്തിലാൽ ഒസ്വാലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം റിസർച്ച് ചെയ്ത് വാങ്ങിക്കുന്ന ടീമാണ്. സോ ഒന്ന് നോക്കാം. കോംപ്ലിക്കേഷൻ ഇല്ലാതെ അവതരിപ്പിക്കൂ. ഏരിയയിലെ പ്രൈസ് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? ഞാനത് അതിനെക്കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ പറഞ്ഞു. കുറച്ചൊരു എഫേർട്ട് നിങ്ങളും കൂടി ഇടാതെ എങ്ങനെ ഇത് പഠിക്കാനാണ്? നമ്മൾ എല്ലാം മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഭക്ഷണം വേണേ വായിൽ വെച്ച് തരാം, ചവച്ച് തരാൻ പറയരുത് എന്ന്. അപ്പോൾ കുറച്ച് എഫേർട്ട് നിങ്ങളും ഇടുക. ആ പറയുന്ന സോണുകളൊക്കെ നോക്കിയിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഏത് പ്രൈസ് റേഞ്ച് ആണെന്നുള്ളത്. ഒരുപാട് സോണുകൾ നമ്മൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ പ്രൈസ് റേഞ്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്കും അത് കൺഫ്യൂഷൻ ആയിരിക്കൂലേ. ദെൻ പുതുക്കോ ആൻഡ് തിറ്റാഗ്ര. പുതുക്കോൻ്റെ കേസിൽ ഒരു വാല്യുവേഷൻ അത്ര ഇംപ്രസീവ് അല്ല. ഒരു ആവറേജ് വാല്യുവേഷനിലാണുള്ളത്. നല്ല ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട് കമ്പനിക്ക്. അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. ലോങ് ടേമിലേക്കൊക്കെ എടുക്കാവുന്ന ഒരു സോണിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മ്യൂച്വൽ ഫണ്ട്സും എഫ്ഐഐസും സെൽ ചെയ്യുന്നുണ്ട് ഹുദ്കോ. മന്ത്ലി ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി അത്ര ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള വാങ്ങിക്കൽ ഹുദ്കോയിൽ നടക്കുന്നില്ല. സോ ഐ തിങ്ക് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ് നൗ ഫോർ നൗ. വെരി ഗുഡ് അനാലിസിസ്. താങ്ക് യു. ഗുഡ് ആൻഡ് ഗ്രേറ്റ്. താങ്ക് യു. ഒരുപാട് പോസിറ്റീവ് ഇത് വരുന്നുണ്ട്. അത് എനിക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. NTPC ഗ്രീൻ എനർജി IPO കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. പ്ലാനിലുണ്ട്. ലെറ്റ്സ് സീ. സമയമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. കിറ്റെക്സ് ആൻഡ് ട്രെൻഡ് ആർത്തർ DM മുഹമ്മദ് അഷ്റഫ് P. കിറ്റെക്സ് അത്യാവശ്യം ബ്രേക്ക് ഔട്ട് സോണിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് മൊമെൻറ്റം കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ വാല്യുവേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചെറിയൊരു സ്വിംഗ് ട്രേഡിനൊക്കെ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാവുന്ന സ്വിംഗ് ട്രേഡ് കിറ്റെക്സ്. മ്യൂച്വൽ ഫണ്ട്സിൽ ഹോൾഡിംഗ് ഒന്നുമില്ല. എഫ്ഐഐസ് ഉള്ളത് ചെറുതായിട്ട് കുറച്ച് വരുന്നുണ്ട്. ചെറിയൊരു 1 2 3 ദിവസത്തെയൊക്കെ ഇൻട്രാഡേയോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിനൊക്കെ സ്കാൽപ്പ് ചെയ്ത് രക്ഷപ്പെടുക എന്ന് പറയില്ലേ, അതിനൊക്കെ കൺസിഡർ ചെയ്യാവുന്നു. പിന്നെ ചോദിച്ചത് ഏതായിരുന്നു? ആസ്റ്റർ DM ട്രെൻഡ് അല്ലേ? ട്രെൻഡ് വാല്യുവേഷൻ നോക്കുമ്പോൾ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു വാല്യുവേഷനാണ്. മുൻപത്തെ ബ്രേക്ക് ഔട്ടിലൊക്കെ വന്നിട്ടുള്ളൊരു വാല്യുവേഷനാണ്. നമ്മൾ ഇവിടുത്തെ സ്കോർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അനാലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ് പറയുന്നത് 5% ആണ്. 6743 ആണ് പറയുന്ന റെക്കമെൻഡേഷൻ. എത്ര പേര് അനലൈസ് ചെയ്തിട്ടുണ്ട്? 22 അനലിസ്റ്റ് അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ 9 പേര് സ്ട്രോങ് ബൈ, 5 പേര് ബൈ റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. FII-DI ഡാറ്റ യെസ്. FIIs അങ്ങനെ ഹെവിലി സെല്ല് ചെയ്യുന്നില്ല. DIs അത്യാവശ്യം വാങ്ങിക്കുന്നുണ്ട്. പുതിയതായിട്ട് കഴിഞ്ഞ മാസം DIs പൊസിഷൻസ് കൂട്ടിയിട്ടുമുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിയിട്ടുണ്ട്.
എസ്പെഷ്യലി മോട്ടിലാൽ ഒസാലും കൊട്ടാക് ഇക്വിറ്റി ആർബിട്രേജ് ഫണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് സൈൻ ആക്ച്വലി ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഏതാ ചോദിച്ചത്? ആസ്റ്റർ ഡി എം. വീഡിയോ ഒരുപാട് ലെങ്ത് ആണെന്ന് അറിയാം. ആൾക്കാർ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഹാവ് സം സ്നാക്സ് ഓർ ടീ ഓർ സംതിങ് ആൻഡ് കം ബാക്ക്. ഏതായാലും ഒരുപാട് ആൾക്കാരുടെ പലതരത്തിലുള്ള സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിത് ഒരു നഷ്ടമായിരിക്കില്ല മുഴുവൻ കാണുക എന്ന് പറഞ്ഞത്. ആസ്റ്റർ ഡി എം അത്യാവശ്യം 5 ഇയറിൽ ഉണ്ടായിരുന്നതിൻ്റെ ഏറ്റവും ടോപ്പ് വാല്യുവേഷനിലാണ് ആസ്റ്റർ ഡി എം ഉള്ളത്. ഓൾസോ ആസ്റ്റർ ഡി എമ്മിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് FII ആയിട്ടുള്ള സിംഗപ്പൂർ FII ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ആസ്റ്റർ ഡി എം. അവരങ്ങനെ അധികം സെല് ചെയ്ത് ഒഴിവാക്കുന്നില്ല, ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് അനാലിസ്റ്റുകൾ പറയുന്നത് 14% അപ്സൈഡാണ്, 492 രൂപ വരെ പോകുന്നുള്ളത്. 5 അനലിസ്റ്റുകൾ പറയുന്നത് സ്ട്രോങ് ബൈയും 2 അനലിസ്റ്റുകൾ പറയുന്നത് ബൈ റെക്കമെൻഡേഷനും. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് ട്രാൻസ്ഫറിങ് ആണ് ഇവിടെ നടക്കുന്നത്. FIIs വിൽക്കുന്നു, മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുന്നു. കഴിഞ്ഞ മാസം മ്യൂച്വൽ ഫണ്ട് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പുതിയതായി വാങ്ങിച്ചിട്ടുള്ളത് ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ആണ്. HDFCയും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. കൊടാക് ഹെൽത്ത് കെയർ ഫണ്ട് അത്യാവശ്യം 100% പുതിയതായിട്ട് അതിലൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു രാജൻ മാത്യു. സലാസാർ ടെക്നോളജീസ് അനാലിസിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സലാസാർ ബ്രേക്ക് ഔട്ടിലൊക്കെ പോകുന്നൊരു സ്റ്റോക്കാണിതെന്ന് തോന്നുന്നു. ഇപ്പം ഒന്ന് ഡൗൺ ആണ്. സലാസാറിൻ്റെ കേസിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പെർഫോമൻസ് അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല ലാസ്റ്റ് ക്വാർട്ടറിലെ. ഒരു എക്സ്പെൻസീവ് സോണിലാണ് ഇപ്പോഴും ഉള്ളത്. അനാലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. മ്യൂച്വൽ ഫണ്ടും വാങ്ങിച്ചിട്ടില്ല. FIIൻ്റെ കയ്യിലുണ്ട്. ദേ ആർ റിമൈനിങ് ക്വയറ്റ് അബൌട്ട് ഇറ്റ്, നോട്ട് സെല്ലിങ് ഔട്ട്. സോ വി കാൺട്ട് സേ എനിത്തിങ് അബൌട്ട് ഇറ്റ് റൈറ്റ് നൗ. സോ ദാറ്റ്സ് ഇറ്റ്. വെരി യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ. താങ്ക് യു. കല്യാൺ ജ്വല്ലേഴ്സിനെ പറ്റി കഴിഞ്ഞ വീഡിയോ. പുതുക്കോ നമ്മൾ പറഞ്ഞു. AB ക്യാപിറ്റൽ നോക്കാം. AB ക്യാപിറ്റൽ ചോദിച്ചിരിക്കുന്നത് റിഹാൻ അജ്മലാണ്. പുതുക്കോ ബെല്ലോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. റിഹാൻ അജ്മൽ തന്നെ ചോദിച്ചിട്ടുള്ള വേറെ ഒന്നാണ്. PNB നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. NCC, ലെറ്റ്സ് സി NCC നല്ല വാല്യുവേഷനിലാണുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചൊരു സ്റ്റോക്ക് കൂടിയാണ് NCC. ഐ തിങ്ക് ഒരു ആവറേജ് വാല്യുവേഷനിലാണുള്ളത്. ഓൾസോ ഞാൻ വാങ്ങിക്കാൻ കാരണം അനാലിസ്റ്റുകളുടെ പ്രൈസ് റെക്കമെൻഡേഷനാണ്. ഏകദേശം 30% ടാർഗറ്റ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്യൂറബിലിറ്റി സ്കോർ അത്യാവശ്യം നല്ല സ്ട്രോങ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ രാകേഷ് ജുൻജുൻവാലയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ വൈ ഡോണ്ട് വി ഹോൾഡ്? അപ്പോൾ 13 അനലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് 10 ആളുകൾ പറഞ്ഞിട്ടുള്ളത് ബൈ ആണ്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് ഒബ്വിയസ്ലി ഇവർ remaining quiet and not even selling mutual fund. Maybe they have bought some last month. Yes, കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ലാസ്റ്റ് മന്ത്. വാങ്ങിച്ചിട്ടുള്ളത് ICICI Prudential, ഓൾഡ് ബ്രിഡ്ജ്, ബന്ധൻ സ്മോൾ ബാങ്ക്, LIC ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ലതാണ്, നല്ലൊരു സൂചനയാണ് NCC ലിമിറ്റഡ് കാണിക്കുന്നത്. NTPC, MRPL, IOB. അയ്യോ, ഒരുപാടുണ്ടല്ലോ. MRPL അത്യാവശ്യം നല്ല ഗുഡ് വാല്യുവേഷനിലാണുള്ളത്. വാല്യുവേഷൻ വൈസ് നല്ലൊരു സോണാണ്. അനാലിസ്റ്റ് പ്രൈസ് റെക്കമെൻഡേഷൻ പറയുന്നത് 1% അപ്സൈഡാണ്. ഓക്കെ, എനിക്കൊന്ന് ഇത്തിരി കൂടി താഴെ പോയി കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു വാല്യുവേഷനിൽ ഇത് കിട്ടും എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട്സ് ആർ ഹോൾഡിങ് ഇറ്റ്. NTPC അല്ലേ പിന്നെ പറഞ്ഞത്? NTPCയും അത്യാവശ്യം നല്ല വാല്യുവേഷനിലാണുള്ളത്. നമുക്കറിയാം എല്ലാം താഴ്ന്നു കിടക്കുന്ന ഒരു സമയമാണ് ഇപ്പം. വാങ്ങിക്കാൻ പറ്റിയ ലോങ് ടൈമിലേക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ് പറയുന്നത് 22% ആണ്. 25 അനലിസ്റ്റുകളിൽ 16 പേരും സ്ട്രോങ് ബൈ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് NTPC. ആൾസോ FIIs ആർ ഇൻക്രീസിങ് ദ പൊസിഷൻ. DIIs വിറ്റ് ഒഴിവാക്കുന്നില്ല, വിച്ച് ഈസ് എ ഗുഡ് സൈൻ. പിന്നെ NTPC ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു IPO കൂടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറ്റ്സ് എ ഗുഡ് ബെറ്റ് ഐ തിങ്ക്. RBL ബാങ്ക്, IOB ബാങ്കുകളാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. RBL ബാങ്ക്
ആർബിഎൽ ബാങ്ക് നല്ലൊരു വാല്യുവേഷനിലാണുള്ളത്. ഗ്രേറ്റ്. ഇതാരാണ് ചോദിച്ചിരിക്കുന്നത്? രാജു കെ. നല്ലൊരു പിക്കാണ് രാജു കെ എടുത്തിട്ടുള്ളത്. ആർബിഎൽ ബാങ്ക് അത്യാവശ്യം നല്ല വാല്യുവേഷനിലാണുള്ളത്. 5 ഇയർ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് വാല്യുവേഷനിലാണ് ആർബിഎൽ ബാങ്ക് ഉള്ളത്. യു ക്യാൻ സീ പ്രൈസ് ടാർഗറ്റ്. അനാലിസ്റ്റുകൾ പറയുന്ന പ്രൈസ് ടാർഗറ്റ് 49% ആണ്. അറൗണ്ട് 50% ടാർഗറ്റ് ഒരു സ്റ്റോക്കിൽ എന്ന് പറയുന്നത്. അതും 6 അനലിസ്റ്റുകൾ പറയുന്നത് സ്ട്രോങ് ബൈ, 3 അനലിസ്റ്റുകൾ ബൈ ചെയ്യാനും പറയുന്നുണ്ട്. പക്ഷേ ഒരു ഓൾ ടുഗദർ നോക്കുമ്പോൾ ആഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം വാങ്ങിച്ച ആൾക്കാർക്ക് ഹോൾഡ് ചെയ്യാം. പുതിയതായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് വാങ്ങിക്കുന്നത് നന്നാവും തോന്നുന്നു. FIIs ആർ ട്രാൻസ്ഫറിങ് ദ ഷെയർസ് ടു ദ DIIs. DIIs വാങ്ങി കൂട്ടുന്നുണ്ട്. ലാസ്റ്റ് മന്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടില്ല. വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് FIIs. പക്ഷേ കുറച്ച് പുതിയൊരു ബൈയിങ് ഒക്കെ നടന്നിട്ടുണ്ട് DIIs കേട്ടോ. സോ ഐ തിങ്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. IOBയും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. IOBിൻ്റെ കേസിലും വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് വാല്യുവേഷനാണ്. ഒരു റിസ്കി സോണാണ്. ഓക്കെ. അനലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ് ഇതിൽ പറയുന്നില്ല. മ്യൂച്വൽ ഫണ്ട്സ് നോട്ട് ഈവൻ സെല്ലിംഗ് ആൻഡ് ബൈയിങ്. സോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ബെറ്റർ വെയിറ്റ് ആൻഡ് വാച്ച്. മദേഴ്സൺ, ഐ തിങ്ക് മദേഴ്സിൻ്റെ കേസിൽ ഞാൻ വേറൊരു അനാലിസിസ് ചെയ്തിരുന്നു. അതിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് മദേഴ്സൺ ഈസ് അണ്ടർ വാല്യൂഡ്. യെസ്, ഈ കേസിലാണെങ്കിലും മദേഴ്സൺ അത്യാവശ്യം നല്ല ഒരു വാല്യുവേഷനിലാണുള്ളത്. മദേഴ്സണിനെ പറ്റി ചോദിച്ചതാരാണ്? സുദേവ് സുരേന്ദ്രൻ. ഐ തിങ്ക് ഹി ഈസ് അനലൈസിങ് ഗുഡ്. നല്ല അനലിസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. മദേഴ്സൺ അത്യാവശ്യം നല്ല വാല്യുവേഷനിലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓൾസോ അനാലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ് 17%. അതുപോലെ തന്നെ 9 സ്ട്രോങ് ബൈയിങ്ങും 7 ബൈയിങ് റെക്കമെൻഡേഷനുമാണുള്ളത്. FIIs വാങ്ങുന്നുണ്ട്. DIIs വാങ്ങുന്നുമില്ല, വിൽക്കുന്നുമില്ല, ന്യൂട്രലാണ്. ഗുഡ് സൈൻ. FIIs വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സൈൻ. യു ക്യാൻ കൺസിഡർ ഇറ്റ് ഫോർ ലോങ് ടേം. ഏഷ്യൻ പെയിൻറ്റ്സ് നോക്കുമോ? സുദേവ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള അയ്യോ അത് ഒരുപാടുണ്ടല്ലോ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഏഷ്യൻ പെയിൻറ്റ് ആരോ ചോദിച്ചല്ലേ? ഏഷ്യൻ പെയിൻറ്റ്. ഏഷ്യൻ പെയിൻറ്റ്സ് ഓക്കെ 9% അപ്സൈഡ് പറയുന്നുണ്ട് അനാലിസ്റ്റുകൾ. മാർക്കറ്റ് ലീഡറാണ് പെയിൻറ്റ് ബിസിനസ്സിന് എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും വാല്യുവേഷൻ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ 5 ഇയർ ഹിസ്റ്റോറിക് വാല്യുവേഷൻ നോക്കുമ്പോൾ നല്ല വാല്യുവേഷൻ സോണിലാണ് ഏഷ്യൻ പെയിൻറ്റ്സ് ഉള്ളത്. ഓൾസോ അനാലിസ്റ്റുകൾ റെക്കമെൻഡേഷൻ ഹോൾഡ് ചെയ്യാൻ പറയുന്നത്. ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഹോൾഡ് ഇറ്റ്. പുതിയ ബൈങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് ആർ ബൈയിങ് ഇറ്റ്. ലാസ്റ്റ് മന്ത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് അത്യാവശ്യം വാങ്ങിക്കുന്നുണ്ട് സ്റ്റോക്ക്. പുതിയ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ പുതുതായിട്ട് വാങ്ങിക്കുന്നുണ്ട്. സോ കൺസിഡറബിൾ ആയിട്ടുള്ളൊരു റേഞ്ചിലാണ് ഏഷ്യൻ പെയിൻറ്റ്സ് ഉള്ളത്. ദെൻ യുവർ വർക്ക്സ് ആർ റിയലി അപ്രീഷിയബിൾ. താങ്ക് യു. അനാലിസിസ് ഓൺ BSE ആൻഡ് KRN. BSE ഇതിപ്പോൾ സെക്ടറാണല്ലോ വരുന്നത്. BSE ലിമിറ്റഡ്. ഓക്കെ. BSE ലിമിറ്റഡിൻ്റെ കേസിൽ ഓവർ വാല്യൂഡ് ആണ്. 5 ഇയർ നോക്കുമ്പോൾ അത്യാവശ്യം ഓവർ വാല്യൂഡ് റേഞ്ചിലാണുള്ളത്. അനാലിസ്റ്റുകൾ പറയുന്നതും 17% ഡൗൺ സൈഡാണ്. ഓക്കെ. കൂടുതൽ അനാലിസിസ് പിന്നെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്ന വേറെ റെക്കമെൻഡേഷൻ. മ്യൂച്വൽ ഫണ്ട്സ് സെൽ ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. സോ ബെറ്റർ നോട്ട് ടേക്ക് എ റിസ്ക്. KRN ആണ് പിന്നെ ചോദിച്ചത്. KRN എക്സ്ചേഞ്ചർ ആണോ ഉദ്ദേശിച്ചത്? നോട്ട് ഇനഫ് ഡാറ്റ. വി ആർ നോട്ട് അനലൈസിങ് ഇറ്റ്. ഡാറ്റ ഇല്ല. ഹിന്ദ് കോപ്പർ RCF ഒന്ന് വാല്യുവേഷൻ ചെയ്യാമോ? ഹിന്ദ് കോപ്പർ ഹൈലി ഓവർ വാല്യൂഡ്. യെസ്, ഓവർ വാല്യൂഡ് ആണ്. ഒരു റിസ്ക് എടുക്കാതിരിക്കാനാണ് നല്ലത്. ഒന്നുകിൽ വെയിറ്റ് ചെയ്യാം. ഓൾസോ മ്യൂച്വൽ ഫണ്ട് പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല. FIIs ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സും ചെറുതായിട്ട് കഴിഞ്ഞ ക്വാർട്ടറുകൾ അപേക്ഷിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. ഓക്കെ. ദെൻ അവലോൺ ടെക്നോളജീസ്.
അവലോൺ ടെക്നോളജീസിൻ്റെ കേസിൽ നല്ല മൊമെൻറ്റം ഉണ്ട്. ബ്രേക്കൗട്ടിലാണെന്ന് തോന്നുന്നു. ഒരുപാട് ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. ബട്ട് അനാലിസ്റ്റുകൾ പറയുന്നത് ഓവർലി വാല്യൂഡ് ആണെന്നുള്ളതാണ്. 19% ഡൗൺ സൈഡ് ആണ് പറയുന്നത് താഴേക്ക്. ബട്ട് മ്യൂച്വൽ ഫണ്ട്സ് ആർ ബൈയിങ്. ഈവൻ ലാസ്റ്റ് ക്വാർട്ടറിനെ അപേക്ഷിച്ച് FIIസും ബൈ ചെയ്യുന്നുണ്ട്. സോ ഈവൻ ഹൈ വാല്യുവേഷൻ ആണെങ്കിലും മൊമെൻറ്റം ഉള്ളതുകൊണ്ട് ഐ തിങ്ക് ചെറിയ സ്വിങ്ങിനൊക്കെ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അവലോൺ എന്ന് തോന്നുന്നു. ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ചെയ്തു. വിച്ച് ടൂൾ യു ആർ യൂസിങ് ടു അനലൈസ് FII ഇൻവെസ്റ്റ്മെൻറ്റ്? അത് നമുക്ക് NSE ഉണ്ട്, ട്രെൻഡ് ലൈനൊക്കെ ഉണ്ട്, അതിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. കല്യാൺ ജ്വല്ലേഴ്സ് നമ്മൾ ചെയ്തു. ജിയോജിത്തിൻ്റെ കേസിൽ അത്യാവശ്യം നല്ല വാല്യുവേഷനിലാണുള്ളത് ജിയോജിത്ത് കേട്ടോ. പക്ഷേ അനലിസ്റ്റുകളുടെ പ്രൈസ് ടാർഗറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ഡാറ്റ ഒന്നും നമുക്കില്ല. വാല്യുവേഷൻ മാത്രം നോക്കുമ്പോൾ നല്ല അനലിസ്റ്റുകൾ മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ അത്യാവശ്യം നല്ല രീതിയിൽ വാങ്ങിയിട്ടുണ്ട് ജിയോജിത്ത്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നന്നായിട്ട് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഗുഡ് സൈൻ. സോ അതാണിപ്പോൾ ഉള്ളത്. പിന്നീട് നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ്. ബാക്കി ഏകദേശം എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ. സോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി എന്നറിയാം. ബട്ട് ഇഫ് യു വാച്ച്ഡ് ടിൽ യെറ്റ്, if you are one of them who completed watching this, until this time, I'm very sure that you'll be getting a lot of idea regarding valuation and good value stocks in the future also. So I wish you all the best for a success in the stock market. So please stay with us and support us by way of sharing our content to a group of people. See you later. Good night.